ഞാൻ ആർട്ടിസ്റ്റ് ദേവസി. ഈ മൈക്കിളച്ചനായിട്ട് വളരെ വർഷത്തെ പരിചയമുണ്ടായി. ഇതിൽ 81 തുടങ്ങിയുള്ള പരിചയമാണ് POCയിൽ വെച്ച്. പിന്നീട് ഞങ്ങൾ ബൈബിൾ ചിത്രകഥ തുടങ്ങി. അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച് അങ്ങനെ തലശ്ശേരിയിലൊക്കെ വന്നിട്ടാണ് ആ ബൈബിൾ ചിത്രകഥകൾ വരച്ചത്. ഒരു 9 വർഷക്കാലത്തോളം ഞാൻ തലശ്ശേരി സന്ദേശഭവനിലിരുന്നിട്ടാണ് അതൊക്കെ വർക്കുകളൊക്കെ ചെയ്തത്. പിന്നീട് ഇപ്പോൾ നല്ലൊരു ബന്ധമാണ് ഞങ്ങൾ പുലർത്തിക്കൊണ്ടിരുന്നത്. അച്ഛൻ സുഖമില്ലാന്നറിഞ്ഞിട്ട് ഇന്ന് കാണുവാനായിട്ട് വന്നതാണ്. ഞങ്ങൾ രാവിലെ അങ്കമാലിയിൽ നിന്ന് ട്രെയിനിന് വരുമ്പോഴാണ് ഇടയ്ക്ക് വെച്ചിട്ടാണ് അറിയുന്നത് അച്ഛൻ മരിച്ചെന്നുള്ളത്. എല്ലാവരും ഷോക്കായിപ്പോൾ. ഇപ്പോൾ ഞാൻ അച്ഛനെ വന്ന് കണ്ടു. എന്താ പറയുക, ഒന്നും പറയാനില്ല. എനിക്ക് അച്ഛനെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. എൻ്റെ എല്ലാ കാര്യങ്ങളും അച്ഛനുമായിട്ട് സംസാരിക്കാറ്, ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അച്ഛൻ നല്ല ഉപദേശങ്ങൾ തരും. പിന്നെ വരയ്ക്കുന്ന അച്ഛന് തൃപ്തിയാണ്. ഞാനിപ്പോൾ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ കൂടുതൽ ഭംഗിയായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അച്ഛൻ അത് ഒരു കഥാപാത്രം, ബൈബിളിൽ തന്നെ കഥാപാത്രങ്ങൾ ഏകദേശം പറയും. അപ്പോൾ ഞാൻ അത് എൻ്റെ മനസ്സിൽ കണ്ട രീതിയിൽ ഞാൻ വരയ്ക്കും. പക്ഷേ അച്ഛനത് വളരെ തൃപ്തികരമായിരിക്കുള്ളൂ. അങ്ങനെ ഒരു നല്ലൊരു ബന്ധങ്ങളായിരുന്നു അത്. ഈ ബൈബിൾ ചിത്രകഥ ഇറങ്ങിയ കാലത്ത് വളരെ ആദ്യമായിട്ട് ഏലിയ പ്രവാചകൻ്റെ ബുക്കാണ് ഇറങ്ങിയത്. അത് സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് അച്ഛൻ അത് വളരെ കഷ്ടപ്പെട്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛൻ്റെ ബൈക്ക് വരെ വിറ്റ് അങ്ങനെയൊക്കെയാണ് അത് പിന്നീട് അത് വീണ്ടും തുടങ്ങിയത്. പിന്നീട് രൂപത ശരിക്കും അച്ഛനെ സപ്പോർട്ട് ചെയ്തിട്ട് അച്ഛൻ ആ കഥാപാത്രങ്ങൾ പറയും. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും നിർദ്ദേശങ്ങളൊന്നും പറയാറില്ല. അത് അച്ഛനെ ഉദ്ദേശിക്കുന്നതിൽ കൂടുതലായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അച്ഛനത് തൃപ്തിയായിരിക്കുള്ളൂ. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ അച്ഛൻ വിളിച്ച് പറയാറുണ്ട്, ദേവസി ഇപ്പോൾ പഴയ കഥകളൊക്കെ എടുത്ത് നോക്കണം. ഇപ്പോഴത്തെ വരയേക്കാളൊക്കെ ഏറ്റവും ഭയങ്കര നല്ല ഭാവനയോടുകൂടി ചെയ്ത പഴയ വർക്കുകളാണ്, പഴയ ബുക്കുകളാണെന്ന് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ ദിവസം കൂടി ഒരു 2-3 മാസം മുമ്പ് തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. അവസാനമായിട്ട് ഞാൻ അച്ഛനെ കണ്ടത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് കണ്ടത്. അത് ഒരു 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോ ഇപ്പോഴും ഞാൻ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഫോണിൽ കൂടെയാണ് ബന്ധപ്പെടാറ്. 1-2 മാസം കൂടുമ്പോൾ, പിന്നെ ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെയൊക്കെയുള്ള വിശേഷ ദിവസങ്ങളൊക്കെ വിളിക്കാറുണ്ട്. അന്ന് ശല്യപ്പെടുത്താറില്ല. ഇടയ്ക്ക് എന്നാലും അത്യാവശ്യം ഞങ്ങൾ ഇങ്ങനെ ഫോണിൽ കൂടെ ബന്ധപ്പെടാറുണ്ട്. പിന്നെ അച്ഛന് ഒത്തിരി താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒരു കാർട്ടൂൺ ടൈപ്പിൽ ഇതൊന്ന് റീവർക്ക് ചെയ്യണമെന്നൊക്കെ ഒരു ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അതിനുള്ള സാമ്പത്തികത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അങ്ങനെ പെൻഡിങ് വെച്ചിരിക്കുകയായിരുന്നു. പലപ്പോഴും എന്നോട് അച്ഛൻ പറയാറുണ്ട്, നമുക്കതൊന്നും കൂടി ഒന്ന് റീവർക്ക് ചെയ്യണം എന്ന് പറയാറുണ്ടായിരുന്നു. ബൈബിൾ പ്രചരിപ്പിക്കുക, വചനം പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ഒരു ദൗത്യം തന്നെ. അതായിരുന്നു. അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു ജീവിതമായിരുന്നു അച്ഛൻ്റേത്.